ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് രണ്ട് വേദഭാഗങ്ങളെക്കുറിച്ചാണ്. ഒന്ന് മത്തായി 24 അധ്യായത്തിൻ്റെ 35 മുതലുള്ള ചില വാക്യങ്ങളും അതിനോട് സമാന്തരമായിട്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 6 മുതലുള്ള ചില വാക്യങ്ങളും. ഈ വാക്യങ്ങൾ പറയുന്ന വിശദീകരണം എന്താണെന്ന് പരിശോധിക്കാനാണ്. ആദ്യം നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. മത്തായിയുടെ 24 പറയുന്ന ഈ വിഷയം യെരുശലേം ദേവാലയത്തോടും ഇസ്രായേലിനോടും ബന്ധപ്പെട്ടിട്ടുള്ള ചില സത്യങ്ങളാണ്. കർത്താവ് തൻ്റെ പ്ലാനുകളെല്ലാം ഉപമകളായിട്ടും രഹസ്യങ്ങളൊക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അലങ്കാരങ്ങൾ, രൂപകങ്ങൾ, ഇങ്ങനെ ഈ വിധങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് എന്താണെന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഇരുപത്തിനാലിൻ്റെ 35 വാക്യം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ, നാം ഇപ്പോൾ വസിക്കുന്ന ഈ ഭൂമി, നമ്മൾ കാണുന്ന ആകാശം, ഇത് ഒഴിഞ്ഞു പോകുമെന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാം ഒഴിഞ്ഞു പോകാവുന്ന അവസ്ഥയിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ എൻ്റെ വചനങ്ങളോ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ എല്ലാ വചനങ്ങൾക്കും നിവൃത്തി ഉണ്ടാകും എന്നാണ്. കർത്താവിൻ്റെ വചനങ്ങളുടെ നിവൃത്തിയുടെ കാലങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ചും അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും നമ്മൾ വിവിധങ്ങളായ അനുഭവങ്ങളിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. 24 അധ്യായം 1 വാക്യത്തിൽ കർത്താവ് ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് യെരുശലേം ദേവാലയത്തെക്കുറിച്ചുള്ള തൻ്റെ ഒരു പ്രവചനം പറയുന്നു. ഈ ദേവാലയം ഇടിഞ്ഞ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നാമാവശേഷമായി പോകും എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ആലയത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷയിലാണ്. അത് ദൈവത്തിൻ്റെ ആലയമാണ്.
അത് സുരക്ഷിതമായി നിലനിൽക്കും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പം ഇതിൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സുകളിലാകെ സംശയത്തിൻ്റെയും ചോദ്യത്തിൻ്റെയും മുനകൾ ഉയർന്നു. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. യേശു ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചെന്ന് പറഞ്ഞാൽ മറ്റു പുരുഷാരമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ശിഷ്യന്മാർ ചോദിച്ചു, അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഇവിടെ അത് എപ്പോൾ സംഭവിക്കുമെന്ന ശിഷ്യന്മാർ ചോദിക്കുന്നു. ഏത് കാര്യത്തെക്കുറിച്ചാണ് ഇവർ ചോദിക്കുന്നതെന്ന് ഇതിനു മുമ്പേ തന്നെ കർത്താവ് പറഞ്ഞു. ഏതാ? ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്നാണ്. അപ്പം അത് എപ്പോൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 24-ാം അധ്യായത്തിൻ്റെ 36 മുതൽ നമ്മൾ വായിക്കുന്നത്. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ദൈവരാജ്യം സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. ദൈവരാജ്യം സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന പല വേദവ്യാഖ്യാതാക്കളും പറയുന്നത്. ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. ദൈവരാജ്യം സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവിന് അറിയാമല്ലോ, ഇല്ലേ? കുറേ കാര്യങ്ങൾ ചെയ്ത കർത്താവിന് ദൈവരാജ്യത്തെക്കുറിച്ചൊരു ബോധ്യമില്ലേ? ഇവിടെ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ കാര്യം എൻ്റെ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ദൈവം പല കാര്യങ്ങളും കർത്താവിനെ അറിയിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദൂതന്മാരെ അറിയിച്ചിട്ടാണ് ചെയ്യുന്നത്. ദൂതന്മാർ വഴിക്കാണ് ചെയ്യുന്നത്. പുത്രനിൽ കൂടിയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, ആദാമിൻ്റെ സൃഷ്ടി, ഇതെല്ലാം പുത്രനിൽ കൂടിയാണ് ചെയ്തത്. ഈ ഒരു കാര്യം പിതാവിന് മാത്രമേ അറിയാവുള്ളൂ. പിതാവ് പുത്രനോടും പറഞ്ഞിട്ടില്ല, ദൂതന്മാരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ദൈവരാജ്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇതെന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം? ആ നാളും നാഴികയും എന്ന് പറയുന്നത് ഏത് കാര്യത്തിൻ്റെ സമയമാണ്? അതിൻ്റെ ഉത്തരം 24-ന്റെ ആദ്യം ഏതാ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും. മനസ്സിലായോ? ഇതെന്താണ് സംഭവിക്കുന്നതെന്നാണ് ശിഷ്യന്മാരുടെ ചോദ്യം. അല്ലാതെ ദൈവരാജ്യം സ്ഥാപിക്കുന്ന കാര്യമല്ല. അപ്പം ഇതെന്നാ സംഭവിച്ചത്? ഈ പറഞ്ഞ കാര്യം സംഭവിച്ചത് AD 70-ലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ സംഭവം നടക്കുവാനിടയായത്? ഇസ്രായേൽ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞതിൻ്റെ പേരിലുള്ള ശിക്ഷയാണ് ഇസ്രായേലിന് നൽകപ്പെടുന്നത്. ആ ആലയം ശൂന്യമാക്കപ്പെട്ടു. ഇസ്രായേൽ ദേശത്തിൻ്റെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി. ഇത് ശിക്ഷാകാലത്തെക്കുറിച്ചാവണം, ദൈവരാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല. ഇനി നമുക്ക് അപ്പസ്തോല പ്രവൃത്തിയിൽ ഉള്ള വാക്യം നോക്കാം. ആ വാക്യം ഒന്ന് വായിച്ചേ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്
കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഇവിടെ കർത്താവിൻ്റെ മരണശേഷം ഇസ്രായേലിൻ്റെ പൊതുവെ ശിഷ്യന്മാരുടെ പ്രത്യാശയും കണക്കുകൂട്ടലുകളും എല്ലാം തെറ്റി. ഇസ്രായേലിന് പൊതുവെ ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് വിശേഷവിധിയായിട്ടൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. ഏതാ? ഇസ്രായേലിന് നഷ്ടപ്പെട്ട ആ ഭരണം യേശുക്രിസ്തു പുനഃസ്ഥാപിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 2 രാജപരമ്പരകളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന് ഇസ്രായേല്യരെന്നും മറ്റത് യഹൂദ്യരെന്നും 2 വിഭാഗം. ശലോമോന്റെ ശേഷം 2 രാജപരമ്പര ഉടലെടുത്തു. അതിൽ യഹൂദയുടെ ആസ്ഥാനമാണ് യെരുശലേം. യഹൂദയുടെ രാജാവായിട്ട് യേശുക്രിസ്തു വരും. അവൻ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കും. അവൻ്റെ രാജത്വം എന്നും എന്നേക്കും നിലനിൽക്കും എന്നെല്ലാം പ്രവചനങ്ങളിലും യേശുവിൻ്റെ ജനനത്തിനു മുമ്പായിട്ടും യേശുവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഇത് ശിഷ്യന്മാരും വായിച്ചിട്ടുണ്ട് ഈ ഭാഗം. യെശയ്യാ 53 യേശുവിൻ്റെ, യെശയ്യാ 9 53 യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും അത് നിത്യാധിപത്യവുമായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ശിഷ്യന്മാർക്ക് വളരെ വിശ്വാസം ഉണ്ടാകും. അപ്പം ഇത് യേശുവാണ് വന്നിരിക്കുന്നതെന്നും യേശു ഈ ഭരണം സ്ഥാപിക്കുമെന്നും ശിഷ്യന്മാരിൽ പലരും ഉറച്ച് വിശ്വസിച്ചു. പക്ഷെ അവസാന ഘട്ടങ്ങളിലൊക്കെ ആയപ്പോഴേക്കും യേശു ക്രൂശിക്കപ്പെടും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർക്കാകെ സംശയങ്ങളായി. ഏതായാലും കർത്താവിൻ്റെ ന്യായവിസ്താര സഭ, അതായത് പീലാത്തോസിൻ്റെ മുമ്പാകെ അവൻ ന്യായവിസ്താരം നടത്തപ്പെട്ടപ്പോൾ അതുമുതൽ എല്ലാ ശിഷ്യന്മാരും വിട്ടുപോയി. അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്ന് മനസ്സിലായി. അതിൻ്റെ ശേഷം യേശു ക്രൂശിക്കപ്പെട്ടു, 3-ാം നാൾ പുനരുത്ഥാനം ചെയ്തു. ശിഷ്യന്മാർക്കും ശിഷ്യന്മാർക്കുമൊക്കെ പ്രത്യക്ഷമായി. ചിലർ യേശുവിൻ്റെ ആണിപ്പഴുത് കാണണം വിശ്വസിക്കണമെങ്കിൽ, ചിലർക്ക് യേശുവിനെ തൊട്ടു നോക്കണം. അങ്ങനെ ഏറെക്കുറെ ഒരു സംശയ നിവാരണമൊക്കെ വരുത്തി. അപ്പോൾ പുനരുത്ഥാന ശേഷം ഏതാണ്ട് 40 നാളോളം പല അവസരങ്ങളിലായിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ അവർക്ക് ആ മങ്ങിപ്പോയ പ്രതീക്ഷ വീണ്ടും ഉണരാൻ തുടങ്ങി. ഏത്? ക്രൂശിക്കപ്പെട്ടപ്പോൾ മങ്ങിപ്പോയ പ്രതീക്ഷ വീണ്ടും ഉണരാൻ തുടങ്ങി. അങ്ങനെ ഉണർന്നു തുടങ്ങിയപ്പോഴാണ് യേശു ഒരു കാര്യം പറയും. ഏതാ? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോവുകയാണ്. ഞാൻ എവിടുന്നാ വന്നിരിക്കണേ? പിതാവിൻ്റെ അടുക്കൽ നിന്നല്ലേ വന്നു.
ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോവാ. ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടി ഇരിക്കും, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ എന്ന പോലെ ആ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടി ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യിക്കുകയും പറയുകയും ഒക്കെ ചെയ്തോളും എന്ന്. ഏതാണ്ട് സ്വർഗാരോഹണത്തിന് മുമ്പായിട്ടുള്ള ആ ഘട്ടം വന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇസ്രായേലിന് ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താകും? അപ്പൊ കർത്താവിൻ്റെ ആ സുവിശേഷ വേലയുടെ കാലത്ത് ഈ രാജ്യത്തെക്കുറിച്ചൊരു പ്രതീക്ഷ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള തെളിവെന്താ? ശബദി മക്കൾ യാക്കോബും യോഹന്നാനും. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ മറിയ. മറിയ ഇവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്നു യേശുവിൻ്റെ അടുത്ത്, യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പം നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ എൻ്റെ ഇടത്തും ഒരുത്തൻ നിന്റെ വലത്തും ഇരിക്കാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പം യാക്കോബും യോഹന്നാനും അവരുടെ പേര്. അവരെ ഇടിമക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഭയങ്കര ശക്തന്മാരാണ്, ഇടിമിന്നൽ പോലെയുള്ളവന്മാരാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ഇടത്തും വലത്തും ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കണം. അത് കുടിക്കാം. ഞാൻ കുടിക്കാനുള്ള പാനപാത്രം എന്താണെന്ന് അവർക്കറിയാമല്ലോ. കർത്താവ് കുടിക്കാൻ പോണ പാനപാത്രം ക്രൂശ് മരണ. അതിവർക്കറിയാമല്ല, ഇവരത് വിശ്വസിച്ചിട്ടില്ല. ഇതിൻ്റെ എല്ലാം കാരണം എന്താ? കർത്താവ് പറഞ്ഞിട്ടുള്ളതൊന്നും കർത്താവിൻ്റെ പുനരുത്ഥാനം ശേഷമാണ് അവർക്കെല്ലാം പൂർണ്ണമായും മനസ്സിലായിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ കുടിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുടിക്കും. നിങ്ങൾ കുടിക്കുമെങ്കിലേ ഇടത്തും വലത്തും ഇരിക്കാനുള്ള അനുവാദം തരുന്നത് ഞാനല്ല, എൻ്റെ പിതാവ് ആർക്കൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ കർത്താവിൻ്റെ കൂടെ ഇവർ ആദ്യം മുതൽ നടക്കുമ്പോഴേ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ഈ കാര്യം ഒന്നുകൂടെ ചോദിച്ചത്. നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഉണ്ടാവുമോ ഇസ്രായേലിൻ്റെ രാജ്യം യഥാസ്ഥാനത്താക്കി? ഇസ്രായേലിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടത് സിദക്കിയാവിൻ്റെ കാലത്താണ്. അപ്പം അത് വീണ്ടും യേശു രാജാവായിട്ട് തീർന്ന് ആ ഭരണം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ മറുപടി, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഇവിടെ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളും എന്ന് പറയും. ഈ ചോദ്യം ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമെന്നുള്ള അറിവിലല്ല ഇവർ ചോദിക്കുന്നത്. ഇവർ ചോദിക്കുന്നത് ഏത് കാര്യം തന്നെയാ? സിദക്കിയാവിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ട ഭരണം വീണ്ടെടുക്കണ കാര്യം തന്നെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞത് അത് പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളുമാണ്.
അതറിയുന്നത് നിങ്ങൾക്കൊന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അപ്പൊ ഇനി ഇവർ പറയുന്ന ഈ രാജ്യം സ്ഥാപിക്കാൻ ഒരുപാട് നടപടികൾ കിടക്കുന്നു എന്നാ ഇതിന്റെ സൂചന. ഉടനെ തന്നെയല്ല. അതിപ്പോ പ്രത്യക്ഷത്തിലും ശരിയല്ലേ. കർത്താവ് സ്വർഗാരോഹണം പോയതിന്റെ ശേഷം ഇപ്പൊ എത്രയോ വർഷങ്ങളായില്ലേ, 2000 ചില്ലാനം വർഷമായാലേ. ഇതുവരെ ദൈവരാജ്യം സ്ഥാപിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ആധിപത്യം അവിടെ സ്ഥാപിച്ചിട്ടില്ല. അപ്പൊ അതിനെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടപ്പാകാനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോഴേ നിങ്ങളത് പൂർണ്ണമായ അറിവിലേക്കാവും. അപ്പൊ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ആ വേളയെക്കുറിച്ചാണ്. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുമ്പോൾ അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കി. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 വേദഭാഗങ്ങളും പ്രധാനമായിട്ടും 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടും ഒരു കാര്യത്തെക്കുറിച്ചല്ല. മത്തായി 24 പറയുന്നത് യെരുശലേമിന്റെ നാശത്തെക്കുറിച്ചും പിതാവ് സ്വന്തം അധികാരത്തിൽ വച്ചിരിക്കുന്ന കാലങ്ങൾ, സമയങ്ങൾ എന്നുള്ളത് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. ഈ രാജ്യത്തിന്റെ രാജാവായിട്ട് യേശുക്രിസ്തുവിനെയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ആ ആധിപത്യം എന്നാണ് സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. കാരണം അതിലും ലളിതമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് കർത്താവ് ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവസാനിച്ചത്. പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കാലത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ വ്യക്തമായി നമുക്ക് വേദപുസ്തകം തരുന്നുണ്ട്. ആ സൂചനകൾ അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞാൽ അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് പറയാഞ്ഞത്. ഇപ്പൊ ദൈവത്തിൻ്റെ രാജ്യം യേശുക്രിസ്തു മുഖാന്തരം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. അതിനെക്കുറിച്ചാണ് നിന്റെ രാജ്യം വരേണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ ആ പ്രാർത്ഥനയിൽ അതിൻ്റെ താഴെ അതിന് ഉത്തരമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രാരംഭ ഘട്ടം. ഇന്നിവിടെ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ഈ ഭൂമിയിൽ ഇന്നിവിടെ നടക്കണേ? അല്ല, ഇവിടെ മുഴുവൻ പിശാചിൻ്റെ ഇഷ്ടവും പിശാചിൻ്റെ പ്രവൃത്തികളുമാണ് നടക്കുന്നത്. തിന്മയും അതിക്രമവും നിറഞ്ഞിരിക്കുന്ന ലോകമായിരുന്നു.
അതിന് മാറ്റം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടപ്പായി തുടങ്ങിയെന്ന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞാൽ അവർക്കൊന്നും ഗ്രഹിക്കാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഈ വാക്യം ഇങ്ങനെ പറഞ്ഞു: പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. ഈ വാക്യത്തെക്കുറിച്ച് മറ്റൊരു മതവിഭാഗം ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് അന്ന് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ആ കാലങ്ങളും സമയങ്ങളും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളതിന് ആ വാക്യം തിരുത്തി ഇപ്പോൾ നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. അന്ന് ശിഷ്യന്മാർക്ക് അറിയുന്നത് അതിപ്പോൾ നിങ്ങൾക്കുള്ളതല്ല, പിന്നീട് ആർക്കെങ്കിലും വെളിപ്പെടുമെന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയുന്നത്. ആ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നത് പിന്നെ മനുഷ്യർക്കാർക്കും കൃത്യമായ ഡേറ്റ് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. ആ പറയുന്നതിനും കാരണമുണ്ട്. ഏതാ? ദൈവത്തിൻ്റെ നിർണയങ്ങൾ പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വരുന്നില്ല. അപ്പോൾ പ്രവാചകന്മാർക്കും ശിഷ്യന്മാർക്കും വെളിപ്പെടാത്ത കാര്യം ആർക്കും പിന്നീട് വെളിപ്പെടുന്നില്ല. വെളിപ്പെടാനുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കാലത്ത് വെളിപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും പല സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ നിന്നും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സൂചനകൾ എന്തെങ്കിലും നടപ്പായതായിട്ട് നാം കാണുന്നില്ല. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ കാലമായി ഇരിക്കുന്നു എന്ന്. അപ്പം ഈ രണ്ട് വാക്യത്തെക്കുറിച്ചും ഇതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് പറയാനുണ്ട് ഇനിയും, പക്ഷേ അത് പിന്നീട് ഒരവസരത്തിൽ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം.